ഹലോ ഗൈസ്, അങ്ങനെ കമൽഹാസന്, STR ഇവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച തഗ് ലൈഫ് കണ്ടു. അപ്പൊ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി ചോദിക്കുകയാണെങ്കിൽ നല്ല പൊട്ടപ്പടമാണ്. അതായത് ശങ്കറിന് ഇന്ത്യൻ 2 എങ്ങനെയാണോ അതുപോലാണ് മണിരത്നത്തിന് തഗ് ലൈഫ്. അങ്ങനെയാണെങ്കിലും ഇന്ത്യൻ 2ന്റെ അത്രയ്ക്ക് മോശമല്ല, എന്നാലും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഇതും. അതായത് ഇന്ത്യൻ 2 കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. തഗ് ലൈഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫ്രെയിം ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇതിനകത്തെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ STRന്റെ അഭിനയം നല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഏറ്റവും നല്ലതായിട്ട് അഭിനയിച്ചത് പുള്ളി തന്നെയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ 2വിനേക്കാളും കുറച്ച് ബെറ്റർ ആണ് ഈ പടം. പിന്നെ ഇതിനകത്തെ സോങ് പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് ബോറാണ്. അതുപോലെ ഇതിനകത്ത് കമൽഹാസൻ നമുക്ക് ചിലപ്പോൾ തോന്നും പുള്ളി ഭയങ്കര അമാനുഷിക ശക്തിയുള്ള ഒരാളാണെന്ന്. കാരണം എന്തൊക്കെ ചെയ്തിട്ടും പുള്ളി ചാവുന്നില്ല. അതായത് വലിയൊരു മഞ്ഞുമല ഇടിഞ്ഞു വീണിട്ട് പോലും പുള്ളിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഏതായാലും വിക്രം എന്ന് പറയുന്ന അടിപൊളി ഒരു പടത്തോടു കൂടി കമൽഹാസൻ ഒരു കംബാക്ക് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യൻ 2 ഇറങ്ങി. അപ്പോഴും ഈ ഒരു പടത്തിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതോടെ ആയപ്പം സെറ്റായി. ഇനിയിപ്പം ഒന്നുകൂടെ കംബാക്കിന് വേണ്ടി ഏതെങ്കിലും നല്ല പടം വേണ്ടി വരും. പിന്നെ ഇതിനകത്ത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്ഥിരം ക്ലേശ ടൈപ്പ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ഇതിനകത്ത്. അപ്പം നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.